കണ്ണൂർ ഉണക്കം ഭാരതിയിലെ പുട്ടും മട്ടൻ ചാപ്സും അതൊരു സംഭവം തന്നെയാ. 80 വർഷത്തോളം പഴക്കമുള്ള ഒരു കടയാണ് ഉണക്കം ഭാരതി. ഉണക്കൻ എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയ ഭാരതി എന്ന് പറഞ്ഞൊരു ഹോട്ടല്. അതങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഉണക്കം ഭാരതിയായി. പേരിന് പോലും ഒരു ബോർഡ് വെക്കാത്ത കടയാണ് ഉണക്കം ഭാരതി. കണ്ണൂരിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഉണക്കം ഭാരതി ഹോട്ടൽ അറിയുകയും ചെയ്യും. വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂവെങ്കിലും എല്ലാത്തിനും ഒരു പ്രത്യേക രുചിയാണ് ഇവിടെ. ഒണക്കം ഭാരതിയുടെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ല, ഇത്ര ഒരു ചെറിയ സ്പേസ് ആണുള്ളത്. ചെറിയൊരു കടയാണ്, കുഞ്ഞു കട. പക്ഷെ ഇവിടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതും മെനു വളരെ ലിമിറ്റഡ് ആണ്. സ്ഥിരമായിട്ടുണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഇന്ന് സൺഡേ ആണ്. സൺഡേ 12:30 വരെയാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസം വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മട്ടൻ കറിയാണ്. മട്ടൻ ചാപ്സാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം. പിന്നെ പുട്ടും മട്ടൻ കറിയും, അതേപോലെ തന്നെ കപ്പയും മട്ടൻ കറിയും, അതാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ പപ്പടം. അപ്പോൾ ഇനി നമ്മളിത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്. ഞാൻ മുന്നേ കഴിച്ചതാണ്, അപ്പോൾ നല്ല ടേസ്റ്റുള്ളതാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിച്ചു കാണിക്കും. ഇവിടുത്തെ ടേസ്റ്റിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. എപ്പോഴത്തേക്കും പോലെ തന്നെ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു പുട്ടും ആ പപ്പടവും പിന്നെ ഈ മട്ടൻ കറിയും എല്ലാം കൂടെ ചേർന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് സൂപ്പറാണ്. പിന്നെ ഇവിടുത്തെ മട്ടൻ കറി അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഫേമസ് ആയിട്ട് ഇന്നും അതേപോലെ തന്നെ ഇതിനു വേണ്ടി ആൾക്കാർ അന്വേഷിച്ച് വരുന്നതാണ് ഇവിടെയൊക്കെ. ഈ കറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എരിവുള്ള കറിയോ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു കറിയൊന്നുമല്ല. പക്ഷെ എന്നാൽ കൂടെ അതിന് ഇവിടുത്തേതായ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണൂർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരുകാർക്ക് എന്തായാലും ഇവിടുന്ന് കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ കണ്ണൂർ വരികയാണെങ്കിൽ ഇവിടെ ഉണക്കം ഭാരതി ഒന്ന് വന്നിട്ട് കഴിച്ചു നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഈ ഹോട്ടലിൽ നമുക്ക് ഊണൊന്നുമില്ല, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിന് കറിയായിട്ട് ഇത് തന്നെയാണ് മെയിനായിട്ട്. ഇതിൻ്റെ മട്ടൺ ചാപ്സും പിന്നെ മട്ടൻ്റെ കരൾ ഫ്രൈ ഒക്കെ ഉണ്ട്. പിന്നെ കറിയായിട്ട് മെയിനായിട്ടുള്ളത് മട്ടൺ ലിവറും പിന്നെ മട്ടൻ്റെ ഈ കറിയും, ഇതാണ് മെയിനായിട്ടുള്ള കറി ഉള്ളത്. പിന്നെ ചെറുപയർ കറിയൊക്കെ ഉണ്ട്. പിന്നെ പുട്ട്, വെള്ളിയപ്പം, അതൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ലൊക്കേഷൻ ഇത്തിരി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും, കുറച്ചൊരു ഉള്ളിലോട്ടായിട്ടാണ് വരിക. പക്ഷെ നിങ്ങൾ ഇവിടെ ആരോട് ചോദിച്ചാലും ഉണക്കം ഭാരതി പറഞ്ഞുതരും. കാരണം കണ്ണൂരിൽ ഉണക്കം ഭാരതി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ഇവിടെ ബോർഡില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതിലെ കൂടെ നടന്നു പോയാലും ഇതാണോ എന്നറിയില്ല. പക്ഷെ ഉണക്കം ഭാരതിയുടെ ആ ഫ്രണ്ടിലത്തെ ലുക്ക് ഇവിടെ അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് വന്ന് നോക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം കഴിച്ചത് പിന്നെ കപ്പയും മട്ടൻ കറിയാണ്. അപ്പോൾ അപ്പം പറഞ്ഞു തരും എങ്ങനെയുണ്ട് മട്ടൻ കറിയും കപ്പയും. എങ്ങനെയുണ്ടാ? അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓന് ഇഷ്ടപ്പെട്ടു. ഓൻ അങ്ങനെ പെട്ടെന്ന് എല്ലാം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല, ബാക്കി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ ജില്ലയുടെ മൊത്തം ചാർജായിട്ട് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും പോകും. മിക്കവാറും രാവിലെ ഇവിടെ കഴിക്കാറുണ്ട്. പുട്ടും മട്ടനുമാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പുട്ടും മട്ടൻ ചാപ്സും മട്ടൻ കറി. ഒരു നാടൻ ഭക്ഷണശാല എന്ന് വേണമെങ്കിൽ പറയാം.
നല്ല ആഹാരമാണ്, ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ചോറൊന്നും ഉണ്ടാവില്ല, വൈകിട്ട് വരെ ഉണ്ടാവും. അവർ ഞായറാഴ്ച ഉച്ച വൈകിട്ട് വരെ കാണത്തുള്ളൂ, അല്ലാത്ത ദിവസം എല്ലാ ദിവസവും 8 മണി വരെ കാണും. രാവിലെ അവർ സ്റ്റാർട്ട് ചെയ്യും. സ്പെഷ്യൽ പുട്ടും മട്ടൻ ചാപ്സുമാണ് സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ മട്ടൻ ചാപ്സും കിഴങ്ങുമുണ്ട്, കപ്പയുണ്ട്, പിന്നെ എന്താ പറയുക വെള്ളയപ്പമുണ്ട്, പിന്നെ പുട്ട്, പയറ്, കടല, പപ്പടം, പിന്നെ അവലും പാലും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ ഒണക്കം ഭാരതിയിൽ നിന്ന് നല്ല അടിപൊളി പുട്ടും മട്ടൻ ചാപ്സും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നോക്കി വെച്ചോ, ഇതാണ് കട. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനാബിൾ ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.